Generations of technology. Generations of technology. And other generations of technology. Mobile communication technology. Generations of mobile communication technology. അതായത് ഇവല്യൂഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അതാണ് നീ ഉദ്ദേശിച്ച ടോപ്പിക് അല്ലേ? പിന്നെ മോഡുലേഷൻ. മോഡുലേഷൻ. ഓക്കെ. മോഡുലേഷൻ. വാട്ട് ഈസ് മോഡുലേഷൻ? വാട്ട് ഈസ് എ നീഡ് ഫോർ മോഡുലേഷൻ? വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് മോഡുലേഷൻ? ഈ 3 ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഓക്കെ. വാട്ട് ഈസ് മോഡുലേഷൻ? വാട്ട് ഈസ് എ നീഡ് ഫോർ മോഡുലേഷൻ? വാട്ട് ഈസ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മോഡുലേഷൻ? ദെൻ പിന്നെ ഫ്രീക്വൻസി സ്പെക്ട്രം. ഫ്രീക്വൻസി മോഡുലേഷൻ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ along with its spectrum. Derivation. Amplitude modulation. What is amplitude modulation? Then derivations of amplitude modulation. Then frequency spectrum of amplitude modulation. Then frequency modulation. Derivations of frequency modulation. Spectrum modulation. അല്ലേ? Super heterodyne receiver. Okay. Then we have explained block diagram of super heterodyne receiver. Okay. So how it is working or what is the function? This is also one important question. ഓക്കെ. നമുക്ക് ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിച്ച ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. വാട്ട് ഈസ് മോഡുലേഷൻ? വാട്ട് ഈസ് എ നീഡ് ഫോർ മോഡുലേഷൻ? ഷോ ഹൗ ലെങ്ത് ഓഫ് ആൻറ്റിന ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ് ഇഫ് യു ഇൻക്രീസ് ദ ഫ്രീക്വൻസി. അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ? ഡെറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. വാട്ട് ഈസ് ഫ്രീക്വൻസി മോഡുലേഷൻ? ഡെറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് ഓഫ് ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ്. അതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എലോങ് വിത്ത് ദാറ്റ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് സൂപ്പർ ഹെട്രോഡൈൻ. എക്സ്പ്ലെയിൻ വിത്ത് എ നീറ്റ് ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ. സോ ദാറ്റ്സ് ഓൾസോ വൺ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഇതുവരെയുള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല, ആരും ഒന്നും റിപ്ലൈ ചെയ്യുന്നില്ലല്ലോ. അല്ല, ഇങ്ങനെയല്ലല്ലോ S1 ME കുട്ടികൾ അല്ലേ? നല്ല റെസ്പോൺസ് തരലുണ്ടല്ലോ. സാറേ ഇതിന്റെ നോട്ട് സാറ് അപ്ലോഡ് ചെയ്തിട്ടില്ല ഈ സൂപ്പർ എല്ലാം ഇതുവരെയുള്ള നോട്ടൊക്കെ നോട്ടും PPTയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മുമ്പാണ് ചെയ്തത്, ഒരു മണിക്കൂർ മുമ്പ്. വീഡിയോസ് ഓൾറെഡി യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഓക്കെ. ഇതുവരെ ഉള്ളത് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ആവാത്തത് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതായത് ഹൃതിക് കൃഷ്ണ തന്നെ പറയാം, അവൻ അറ്റൻഡൻസ് പറയാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹൃതിക്, എന്തായിരുന്നു ഈ മിക്സറിന്റെ പർപ്പസ് എന്താ? ഹൃതിക് കൃഷ്ണ. ഇല്ല, ആള് മെസ്സേജ് അയച്ചു പോയാ? ഓക്കെ, ആബ്സെന്റ്. കാളിദാസ്, എന്തായിരുന്നു മിക്സ്ചറിന്റെ പർപ്പസ്? ആമേ കാളിദാസ്, എന്തായിരുന്നു മിക്സർ യൂണിറ്റിന്റെ നീഡ്? എന്തായിരുന്നു? എന്തിനാണത് യൂസ് ചെയ്യുന്നത്? കാളിദാസ് ആൻസർ അറിയില്ല. അമർനാഥ്, എന്തായാലും മിക്സർ യൂസ് ചെയ്തത്? നിഹാൽ, എന്തിനായിരുന്നു മിക്സർ യൂസ് ചെയ്തത് അവിടെ?
Sorry. വിഷ്ണു കെ. സാർ പറ. F0 equal to ആ FV. എന്തിനാണ് യൂസ് ചെയ്തത്? വൈ വി ആർ യൂസിങ് മിക്സർ? മറ്റേ സാറ് മറന്നുപോയി. ഓക്കെ, ആരാ പറഞ്ഞു തരുക? മുഹമ്മദ് ഷെറിൻ. ലെഫ്റ്റ് മീറ്റിംഗ്. മർസൂഖ്. അത് കരിയർ വേവ് അല്ല, ഇൻകമിങ് വേവ് ലോക്കൽ അല്ല ജനറേറ്റഡ് കരിയർ ആയിട്ട് മിക്സ് ചെയ്യും. ഉം. അപ്പൊ ഒരു ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യും. റേഡിയോ ഫ്രീക്വൻസി വേവ് ഉണ്ടാവും, നമ്മൾ ട്യൂൺ ചെയ്യുന്ന ഒരു വേവ് ഉണ്ടാവും. അതുപോലെ തന്നെ മോഡുലേറ്റിംഗ് സിഗ്നൽ റിസീവ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, അതിനാണ് ട്യൂണിങ്. നമ്മൾ ഏത് സിഗ്നലാണോ, നമുക്ക് RF റേഞ്ച് നമുക്കറിയാം 535 to 1700 ആണ്. 1700 ഈ ഒരു കിലോ ഹെഡ്സ് ആണ്. ഈ ഒരു ഫ്രീക്വൻസിയിൽ ഏത് സ്റ്റേഷൻ വേണമെങ്കിലും നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാം, അല്ലേ? ഓക്കെ, അതിൻ്റെ അകത്ത് ട്യൂൺ ചെയ്ത് നമ്മൾ ആ ഗ്യാങ്ങയുടെ ട്യൂണിങ് വെച്ച് ഒരു പർട്ടിക്കുലർ സ്റ്റേഷൻ ട്യൂൺ ചെയ്തെടുക്കുന്നു. അത് മിക്സറിലേക്ക് പോകുന്നുണ്ട്. ലോക്കൽ ഓസിലേറ്ററുള്ള സിഗ്നൽ മിക്സറിലേക്ക് പോകുന്നുണ്ട്. എന്തിനാണ് ഈ മിക്സർ യൂസ് ചെയ്യുന്നത്? ഡിറ്റക്ട് മോഡുലേറ്റിംഗ്. ഡിറ്റക്ട് ചെയ്യാൻ ഒരു ഡിറ്റക്ടർ ഉണ്ട്. അല്ലെങ്കിൽ എന്തായിരിക്കും ഈ മിക്സറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? എന്താ ഫിക്സ്ഡ് ഫ്രീക്വൻസി അല്ലേ ഔട്ട്പുട്ട് ചെയ്യുക? ഫിക്സഡ് ഫ്രീക്വൻസിയാണ് ഔട്ട്പുട്ട് വരിക. സാറേ ആ പറ. ജസ്റ്റ് ഒന്ന് ഈ ഡയഗ്രാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? നീ ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, അതാ. ഈ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ. എന്നാ ഓക്കെ. എനിക്കിടെ വളരെ മോശം കേട്ടോ ഇത്. ഞാൻ ഒന്നും പറയുന്നില്ല. സാർ ഈ മിസ്റ്റർ എന്ന് പറയുന്നത് എല്ലാം റിസീവ് ചെയ്യുന്നില്ലേ? ഓവറോൾ റിസീവർ അല്ലേ? റിസീവ് ചെയ്യാൻ ഇവിടെ RF സ്റ്റേജ് ഉണ്ട്, അത് റിസീവ് ചെയ്യും. ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ മിക്സറിലേക്ക് വിടും. മിക്സറും ലോക്കൽ ഓസിലേറ്ററും തമ്മിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു F ഓസിലേറ്റർ മൈനസ് FR. അപ്പോൾ അത് മൈനസ് ചെയ്തിട്ട്, അതായത് ഓസിലേറ്റർ ഫ്രീക്വൻസിയിൽ നിന്ന് ഇതിന്റെ ഫ്രീക്വൻസി മൈനസ് ചെയ്തിട്ട് 455 കിലോ ഹെർട്സ് എന്ന് പറയുന്ന ഫ്രീക്വൻസി, ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ RF സിഗ്നലിനെ കൺവേർട്ട് ചെയ്യും. അതാണ് മിക്സറിന്റെ പർപ്പസ്. അത്രയേ ഉള്ളൂ. അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ഇന്നലെ പഠിച്ചത്. ഇത് നിങ്ങൾ കുറച്ച് ഇന്നത്തേക്ക് എന്താ പറയാ നോക്കാതെ ഒരു ദിവസം പഠിപ്പിച്ച ബ്ലോക്ക് ഡയഗ്രാം തൊട്ട് കുറച്ച് അതൊന്ന് റെഫർ ചെയ്ത് നോക്ക്. ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ട്, അതിന് നല്ല വൃത്തിയായിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് നമ്മളെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കിൽ. അതൊക്കെ വായിച്ച് നോക്കിയാലല്ലേ ഇത് നമുക്ക് മനസ്സിലാവും, അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആൻ ആൻറ്റിന. ഞാൻ ഒട്ടും ഹാപ്പി അല്ല, കാരണം വെച്ചാൽ ആ ഒരു രീതിയിൽ നമുക്ക് പോയിട്ട് കാര്യമില്ല. നിങ്ങൾ തീരെ നോക്കാതെ അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ട്. കാരണം എനിക്ക് തീർക്കാതിരിക്കാനും പറ്റില്ല. വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആൻ ആൻറ്റിന? സോ വി ഓൾ നോ. എവിടെയൊക്കെയാണ് ആൻറ്റിന ഉണ്ടാവുക? നിങ്ങൾ തന്നെ പറയട്ടെ. മൈക്ക് ഓൺ ആക്കി നിങ്ങൾ തന്നെ സംസാരിക്കും. എവിടെയൊക്കെയാണ് ആൻറ്റിനകൾ ഉണ്ടാവുക? ആൻറ്റിന നിങ്ങൾ എവിടെയൊക്കെയാണ് കണ്ടത്? റേഡിയോന്റെ റേഡിയോയിൽ ആൻറ്റിന ഉണ്ട്. ഓക്കെ, പഴയ മൊബൈൽ ഫോണില് ടിവിയിലൊക്കെ ഉണ്ട്.
പഴയ മൊബൈൽ ഫോണിൽ പുറമെ ആന്റിന ഉണ്ട്, ഇപ്പോഴത്തെ മൊബൈൽ ഫോണിൽ ഉള്ളിൽ ആന്റിന ഉണ്ട്. വാക്കി ടോക്കി വാക്കി ടോക്കിക്ക് ഉണ്ട്, ടിവിന്റെ ഓക്കെ, വണ്ടികളിലെ റേഡിയോയില് ആന്റിന ഉണ്ട്. ഓക്കെ, വേറെ എവിടെയെങ്കിലും ഈ ഒരു ആന്റിന, നിങ്ങളിപ്പോൾ പറഞ്ഞ ആന്റിനകളുടെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിസീവ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ ഈ പറഞ്ഞ ആന്റിനകളൊക്കെ. സിമിലർലി വേറെ എവിടെയൊക്കെ ആന്റിന ഉണ്ട്? നമ്മൾ മൊബൈൽ ടവർ അല്ലെ, ആ ആന്റിനയും നിങ്ങൾ ഈ പറയുന്ന ആന്റിനയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ആ ആന്റിന ട്രാൻസ്മിറ്റ് ചെയ്യാനല്ലോ ഉപയോഗിക്കുക. ഓക്കെ, അത് രണ്ട് പർപ്പസിന് ട്രാൻസീവർ ആണ്, ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഉപയോഗിക്കും. നിങ്ങൾ പറഞ്ഞ റേഡിയോന്റെ ആന്റിന റിസീവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. മൊബൈൽ ടവറിലുള്ളത് ട്രാൻസീവർ ആണ്. മൊബൈൽ ടവർ എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാൻ, അതിൽ 2 യൂണിറ്റ് ഉണ്ടാവും. ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട യൂണിറ്റ് ഉണ്ടാവും, റിസീവ് ചെയ്യേണ്ട യൂണിറ്റും ഉണ്ടാവും. അതുപോലെ ഒരു FM സ്റ്റേഷനിലുള്ളത്, ഞാൻ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ ആണ് റേഡിയോ മാംഗോ, അതുപോലത്തെ സ്റ്റേഷനുകളിലുള്ളത്, അത് എന്തായിരിക്കും? വാട്ട് കൈൻഡ് ഓഫ് ആന്റിന ഇസ്? ഇറ്റ് ഈസ് ഓൺലി ഫോർ ട്രാൻസ്മിഷൻ അല്ലേ? ഒരു TV ചാനലിന്റെ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, അവരെ വീഡിയോ കണ്ടന്റ്, മൾട്ടിമീഡിയ കണ്ടന്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആന്റിന ഏത് ആന്റിന ആയിരിക്കും? ട്രാൻസ്മിറ്റർ ആയിരിക്കും അല്ലേ? സോ ആന്റിനാസ് ആർ ബേസിക്കലി there are two types of antenna. One is transmitter, one is used as a transmitter, one is used as a receiver. അപ്പോൾ അത് ക്ലിയർ ആണ് അല്ലേ? നമ്മൾ ആന്റിന 2 ആപ്ലിക്കേഷനും യൂസ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്മിറ്റർ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്, റിസീവർ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. So the working principle of an antenna is that it converts electrical current into electromagnetic radiation in free space or vice versa. Okay, so that means electromagnetic radiation in free space to electric current. അല്ലേ? രണ്ടും പറ്റും. It converts electric current to electromagnetic radiation in free space അല്ലേ? അതായത് ഫ്രീ സ്പേസിൽ, അതായത് കണ്ടക്ടർ ഒന്നും അവിടെ നമ്മൾ വെക്കണ്ട. കണ്ടക്ടർ ആന്റിന വെക്കുമ്പോൾ കണ്ടക്ടർ വെക്കേണ്ട ആവശ്യമില്ല. ഫ്രീ സ്പേസിൽ അത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ടും കൺവേർട്ട് ചെയ്യും. സിമിലർലി ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ എന്തായിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും? ഇലക്ട്രിക് കറന്റ് ആയിട്ടും കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഹിയർ യു ഹാവ് 2 diagrams. Okay, so assume this is transmitter which is placed at radio mango as something 93.5 FM. Okay, അത് ഏതെങ്കിലും ഒരു FM ന്റെ ഒരു സ്റ്റേഷൻ. Here similarly we have a receiver. This is our radio. So from a transmitter what happens is there are 2 conductors. There are different types of antennas. Okay, that part you leave it. There is some conductors are there. So through this conductor current will be flowing, and because of this current flow electromagnetic radiation will be generated and in free space it will be transmitted. അതായത് നിങ്ങൾക്കറിയാം ഇവിടെ മുതൽ അത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ തുടങ്ങി, അത് എല്ലാ സൈഡിലേക്കും അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. Similarly, here if you look, electromagnetic waves are coming into this antenna and finally it goes to receiver. So from receiver what happens is electromagnetic wave is converted into current flow. അല്ലേ? ഇവിടെ എന്താ സംഭവിക്കുന്നത്? കറണ്ട് ടു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക്കലി മനസ്സിലായി വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് കൺവേർട്സ് ഇലക്ട്രിക്കൽ കറന്റ് ഇൻറ്റു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഓർ വൈസ് വേഴ്സ, ദാറ്റ് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻറ്റു കറന്റ്. സോ based on this there are 2 types of antenna. First one is antenna used as a transmitter, second one is antenna used as a receiver. Okay, അപ്പോൾ ഇതിൽ ഈ തിയറി അനുസരിച്ച് വർക്ക് ചെയ്യുന്നവരാണ് ഇലക്ട്രിക് കറന്റ് ടു EM റേഡിയേഷൻ. ഏതാണ്? ട്രാൻസ്മിറ്റർ ആണോ റിസീവർ ആണോ? ട്രാൻസ്മിറ്റർ. അതായത് റേഡിയേഷൻ ടു ഇലക്ട്രിക് കറന്റ് അതാരാണ്? റിസീവർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഇതാണ്, നമ്മളെ FM സ്റ്റേഷനിൽ we will be providing some current to this antenna. So there are different types of antennas and
if you apply current to this particular antenna, what happens is it will generate electromagnetic wave. So this wave will be radiated in all direction. Depends on ഏത് ടെക്നോളജിയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഡിസ്റ്റൻസ് മാറും. നമ്മൾ AM ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാം, FM ആണെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. ഓക്കെ, പിന്നെ TV ചാനലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, സാറ്റലൈറ്റിലേക്ക് പോയി ഓൾ അറൗണ്ട് ദ വേൾഡ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ കുറേ ടൈപ്സ് ഓഫ് ട്രാൻസ്മിഷൻ ഉണ്ട്. ഓക്കെ, നമ്മൾ ഇത്രേ പഠിക്കുന്നുള്ളൂ. ട്രാൻസ്മിറ്റർ ലൈക്ക് വി ആർ പ്രൊവൈഡിങ് കറണ്ട് ആൻഡ് ദിസ് ട്രാൻസ്മിറ്റർ വിൽ ജനറേറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഇറ്റ് വിൽ ബി റേഡിയേറ്റഡ് ടു ഓൾ ദ ഡയറക്ഷൻ. ആൻഡ് അഗൈൻ നമ്മൾ റേഡിയോ എടുക്കുകയാണെങ്കിൽ അറ്റ് ദ സൈഡ് ഓഫ് ദിസ് റേഡിയോ വി വിൽ ബി ഹാവിങ് സം ആൻറ്റിന, ആൻഡ് ദിസ് ആൻറ്റിന വിൽ ക്യാപ്ചർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഫ്രം ദ atmosphere, and this electromagnetic radiation is converted into current flow. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, റിമൈനിങ് അപ്പോൾ ആ ഒരു പർപ്പസ് നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മൾ എന്താ ചെയ്യുക, നിങ്ങൾ ആ സ്റ്റോറി മൊത്തം പറഞ്ഞ ട്രാൻസ്മിറ്റർ സൈഡിൽ എന്തൊക്കെ ഉണ്ടാവും ഇപ്പം പറ. സോ ട്രാൻസ്മിറ്റർ നമ്മൾ പറഞ്ഞു FM സ്റ്റേഷനിലാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അവർക്ക് ദേ വിൽ ബി ഹാവിങ് സം ആർജൻ്റെ മൈക്ക് ഉണ്ടാവും, ദെൻ ദേ വിൽ ബി ഹാവിങ് സം മ്യൂസിക് പ്ലെയർ, അഡ്വർടൈസ്മെന്റ് എക്സെട്ര. So all these signal they will be giving to a modulation device. So this will be modulated and the output of this modulation will be given to transmitter. അങ്ങനെയായിരിക്കില്ല അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലേ. എല്ലാ CD പ്ലെയറും കമ്പ്യൂട്ടറും അതേപോലെ മൈക്കും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യും അവർ മോഡുലേഷൻ ചെയ്യും. ഡിപ്പെൻസ് ഓൺ ഫ്രീക്വൻസി മോഡുലേഷൻ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. സൗണ്ട് ബ്രേക്ക് ചെയ്യും. ഓക്കെ, നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ. സോ ഒരു FM സ്റ്റേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ബേസിക് ഐഡിയ ഇതാണ്. അയാളുടെ കയ്യിൽ they will be having some music player, mic and other devices, and these devices will be connected to a modulation unit. So it will be modulated. ആ സ്റ്റോറിയൊക്കെ നമ്മൾ കേട്ടതാണ് അല്ലേ. മോഡുലേറ്റഡ് എന്ന് പറഞ്ഞാൽ FM മോഡുലേഷൻ ആവാം, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആവാം. So this will be modulated and the output of modulation will be given to a transmitter. So the transmitter will be generating electromagnetic wave. So at the receiver side again, നമ്മൾ ഇന്നലെ ഒരു റിസീവർ കണ്ടിട്ടുണ്ട്, സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ. So what it will do means this antenna will capture all electromagnetic radiation that will be converted into current. So we will be having എന്താ പറയുക, നമ്മൾ ട്യൂൺ ചെയ്യുന്നതിനനുസരിച്ച് അത് എന്താ പറയുക ആ ഒരു പർട്ടിക്കുലർ റേഡിയേഷൻ മാത്രം നമുക്ക് കറണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ ദെൻ ഇറ്റ് ഈസ് കമ്പയർഡ് വിത്ത് ആ ഫ്രീക്വൻസി, ആ കറണ്ടിൻ്റെ ഫ്രീക്വൻസി, ആൻഡ് ദിസ് ലോക്കൽ ഓസിലേറ്റർ ഔട്ട്പുട്ട് ഈസ് കമ്പയർഡ് and given to a mixer unit. Mixer unit will be generating intermediate frequency signal, and this intermediate frequency signal is amplified and then given to a loudspeaker. And then it is demodulated. That means or carrier signal modulation is demodulated actually. Carrier signals are removed and then it is given to a audio amplifier, and finally it is given to loudspeaker. അത്രയാണ് ഇതിനകത്ത് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതാണ്ട് ഒരു ആന്റിന എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് മനസ്സിലായില്ലേ? ഓക്കെ, ദെൻ ഫ്രം മാക്സ്വെൽസ് ഇക്വേഷൻ electromagnetic waves are generated by accelerating electric current. ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകുമ്പോഴാണ്, അതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോഴാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വരണമെങ്കിൽ ഇലക്ട്രിക് കറണ്ടിൽ ആക്സിലറേഷൻ ഉണ്ടാവണം, അത് മൂവ് ചെയ്യണം. അതിന് മൂവ് ചെയ്യാൻ വേണ്ടി കണ്ടക്ടർ വേണം. ഓക്കെ, സോ ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ദാറ്റ് ആർ ജനറേറ്റഡ് ദെൻ പ്രൊപ്പഗേറ്റ് ത്രൂ സ്പേസ്. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ് സ്പേസിലൂടെ അറ്റ്മോസ്ഫിയറിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകും. Okay, so we use them to communicate information, cell phone, Wi-Fi, radio, etc. We are using this electromagnetic wave. Okay, so here if you see this diagram, there are two conductors. Okay, you can നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഈ ഡയഗ്രത്തിൽ. There are actually two conductors. So one is this one. This is one first conductor. Assume this is the first conductor and this is second conductor.
So there is a resistance in between this. So what happens is when you are applying an AC supply, first this will be positive, this conductor will be positive, and then this at the same time this will be negative. And later, if you are giving an AC supply, later it will change to this one negative, this to positive. So whenever you are giving an AC supply, the current flow always changes because this is short circuit. If you see, this is something like this. ഞാൻ ഇങ്ങനെ ഒരു കണ്ടക്ടർ വഴി okay, so this is the case. Okay, there are two conductors. This is considered as conductor 1. This is considered as conductor 1. This is considered as conductor 2. Okay, so initially നിങ്ങൾ വിചാരിക്കുക ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് വരുന്നതെന്ന് വിചാരിക്കുക. So when positive half cycle is coming, the current flows like this, and then what happens is immediately negative half cycle comes. So what happens is the direction of current changes. So then during the negative half cycle, that is this case, the current travels like this in the opposite direction. That means there is always a change in the direction of current. So കറണ്ടിന്റെ മൂവ്മെന്റിൽ ഒരു ചേഞ്ച് ഉണ്ട്. സോ ദിസ് ഇസ് സെയിം വർക്കിംഗ് ആണ് ഇവിടെ ആന്റിനയിൽ വരുന്നത്. നേരത്തെ പറഞ്ഞ ഫസ്റ്റ് കണ്ടക്ടർ ഇതാണ്. സോ ദിസ് ഈസ് എ ഫസ്റ്റ് കണ്ടക്ടർ. സോ ദിസ് ഈസ് എ സെക്കൻഡ് കണ്ടക്ടർ. ഇതിന്റെ നടുവിൽ ചെയ്തിട്ടുള്ളത് അല്ലെ? ആ ഡയഗ്രാം മനസ്സിലായോ? യെസ് സർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്നതിനനുസരിച്ച്, ഈ വോൾട്ടേജ് കൊടുക്കുന്നതിനനുസരിച്ച്, ഈ എ സി സപ്ലൈ കറണ്ട് കൊടുക്കുന്നതിനനുസരിച്ച് ദർ വിൽ ബി ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ. സോ വെൻ ദിസ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ ചേഞ്ചസ്, അതാണ് നമ്മൾ നേരത്തെ പറയാം, ഫണ്ടമെന്റലി ഫ്രം മാക്സ്വെൽ ഇക്വേഷൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ ജനറേറ്റഡ് ബൈ ആക്സിലറേറ്റിംഗ് ഇലക്ട്രിക് കറണ്ട്. അതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ച് അതിൻ്റെ കറണ്ടിൽ മൂവ്മെന്റ് ഉണ്ടാവും. അപ്പോഴാണ് അതിനകത്ത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ജനറേറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. നിങ്ങൾക്ക് കാണിച്ച ഇ എന്ന് പറയുന്ന ഈ ഒരു ഇതിലാണ് ഇലക്ട്രിക് ഫീൽഡ് കാണിച്ചിരിക്കുന്നത്. സോ പോസിറ്റീവിൻ്റെ ഡയറക്ഷനിൽ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ഡയഗ്രാം, ഇത് നിങ്ങൾക്ക് ആനിമേറ്റഡ് ആയിട്ട് കയ്യിൽ കിട്ടുന്നുണ്ടോ ഇപ്പം? ഓക്കെ, സോ look at here, this always changes. So this positive, sometimes it is positive, sometimes it negative. See that it is positive. When this end is positive, the opposite end is negative. So also if you look at this diagram, there are arrow mark which indicates the direction of current. അല്ലെ? കറണ്ടിന്റെ ഡയറക്ഷൻ എപ്പോഴും ചേഞ്ച് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ അകത്ത് പോസിറ്റീവ് ആവുമ്പോൾ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് കറണ്ട് ഫ്ലോ വരുന്നത് പോലെയാണ് കാണിക്കുന്നത്. സോ ഇത് പോസിറ്റീവ് ആകുമ്പോൾ ഇവിടുന്ന് ഈ എൻഡിലേക്ക് കറണ്ട് ഫ്ലോ ആവുന്നത് പോലെയാണ് നിങ്ങൾക്ക് കാണുന്നത്. അപ്പൊ ആ ഒരു ഡയഗ്രാം മാത്രം നിങ്ങൾ നോക്ക്. സോ എവറി ടൈം ഇറ്റ്സ് ആൻ എ സി കറണ്ട്. ഓക്കെ, വി ആർ ഗിവിംഗ് ആക്ച്വലി ആൻ എ സി കറണ്ട്. എവറി ടൈം ദ പൊളാരിറ്റി ചേഞ്ചസ്, പൊളാരിറ്റി അറ്റ് each conductor changes. So initially this was assumed that initially this is positive. At that time the second conductor was negative, then first conductor become negative, second conductor become positive. So whenever it changes the polarity, what happens is the direction of current changes. The direction of current through this resistor changes. So when it is changing, the electric field will be generated to the പോസിറ്റീവ് സൈഡ് ഓഫ് ദ സപ്ലൈ. ഏത് സൈഡിലാണ് പോസിറ്റീവ് ഉള്ളത് അങ്ങോട്ടാണ് എന്ത് ചെയ്യുക, ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുക. അല്ലെ? ഒരു പോസിറ്റീവ് നെഗറ്റീവും കണ്ടക്ടർ ഉണ്ടെങ്കിൽ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ സാധാരണ വരക്കുക. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇവിടെ നിന്ന് ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, സോ ഇത് ഏറ്റവും ബേസിക് കോൺസെപ്റ്റ് ആണ്. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ബേസിക് കോൺസെപ്റ്റ് ആണ്. ഇത് ഒരു നമുക്ക് സാധാരണ രണ്ട് കണ്ടക്ടർ വെച്ച് ഇങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് റേഡിയേറ്റ് ചെയ്യും, പക്ഷെ അത് നമുക്ക് ഇനഫായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട
അത്രയും എമൗണ്ട് ഉണ്ടാവില്ല. സോ അതിനനുസരിച്ച് സ്പെഷ്യൽ ഡിസൈൻസ് വേണം. പക്ഷേ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ വരച്ചത്. നിങ്ങൾക്ക് വരക്കാൻ പറ്റുന്നത് എന്താ പറയുക, എക്സാമിന് വരക്കാൻ പറ്റുന്ന ഒരു ഡയഗ്രം ഇതാണ്. ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇപ്പോൾ ആനിമേഷൻ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാൻ എളുപ്പമാണ്. ക്ലിയർ ആയോ? യെസ് സർ. സാർ ഓക്കെ, അത്രയാണ് ആൻറ്റിനയുടെ വർക്കിംഗ് ചോദിച്ചാൽ നമുക്ക് പറയേണ്ടത്. ഫസ്റ്റ് നമ്മൾ എന്താ പറയുക, ആൻറ്റിന എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ട് ടു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആൻഡ് വൈസ് വേഴ്സ കൺവേർഷൻ നടക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് അബൌട്ട് ആൻറ്റിന. So there are antenna can be used in both transmitter and receiver. Then you can draw this diagram. ഈ ഡയഗ്രത്തിലേക്ക് വരക്കാൻ പറ്റും. ട്രാൻസ്മിറ്റർ ആയിട്ട് യൂസ് ചെയ്യും, റിസീവർ ആയിട്ട് യൂസ് ചെയ്യും. പിന്നെ നമുക്ക് പറയാം ഇലക്ട്രോമാഗ്നറ്റിക് മാക്സ്വെൽസ് ഇക്വേഷൻ പ്രകാരം ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആക്സിലറേറ്റഡ് കറണ്ട് ഉണ്ടാകുമ്പോൾ ജനറേറ്റ് ചെയ്യുന്നുള്ള കാര്യം പറയാം. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടെയാണെന്നൊക്കെ പറയാം. സോ ദെൻ യു ക്യാൻ ഡ്രോ ദിസ് ഡയഗ്രാം ആൻഡ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ ഞാൻ നോട്ടിൽ നിങ്ങൾക്ക് തരാം. അപ്പോൾ ഈ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അത്രയാണ് പറയേണ്ടത്. ഇത് സാധാരണ ഒരു 4 മാർക്ക് 5 മാർക്ക് ആ ഒരു റേഞ്ചിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓക്കെ, നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. സെല്ലുലാർ നെറ്റ്വർക്ക്. ഈ നോട്ട് ഞാനിപ്പോൾ എഴുതാൻ പറയുന്നില്ല, കാരണം ഞാൻ ഈ PPT ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് നോക്കി റെഫർ ചെയ്യാം കേട്ടോ. പക്ഷെ നോക്കണം, നാളെ വരുമ്പോൾ എന്താ പറയുക, അറ്റ്ലീസ്റ്റ് ബേസിക് എന്തെങ്കിലും നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നതിനുള്ളൊരു ഓവറോൾ പിക്ചർ എങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ ഈ മോഡ്യൂൾ ഇപ്പം തന്നെ ഇതേപോലെ തന്നെ പഠിക്കാൻ വേണ്ടി പറയില്ല, കാരണം നമ്മൾ ഇനി അടുത്തത് സീരീസ് ടെസ്റ്റ് ആണ്. അപ്പോൾ ആ സീരീസ് ടെസ്റ്റിന് നമുക്ക് വേണ്ടത് 5th 2nd മോഡ്യൂളാണ്, ഈ മോഡ്യൂൾ അല്ല. അപ്പോൾ അതിന് ശേഷമുള്ള എക്സാമിന് ഈ മോഡ്യൂൾ വേണ്ടു. ഞാനത് ഇത്ര ഡീപ്പായിട്ട് ഞാനിത് ഈ മോഡ്യൂൾ നോക്കാൻ പറയില്ല, പക്ഷേ പ്രീവിയസ് മോഡ്യൂൾ അതും ഒരുമിച്ച് പഠിക്കണം. സോ അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ പഠിച്ചത് വാട്ട് ഈസ് മോഡുലേഷൻ, ദെൻ വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, വാട്ട് ഈസ് ഫ്രീക്വൻസി മോഡുലേഷൻ, വാട്ട് ആർ ദ ഡിഫറെന്റ് ഫ്രീക്വൻസി മോഡ്, then what is super heterodyne receiver, then what is the working principle of antenna. Okay, so next നമുക്ക് സെല്ലുലാർ നെറ്റ്വർക്ക് നോക്കാം. സെല്ലുലാർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് പഠിച്ചത് മൊബൈൽ ഫോണിന് പണ്ട് പറയുന്ന പേരെന്താ? സെൽഫോൺ. ഓക്കെ, സെൽ ഫോൺ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം, സെല്ലുലാർ സ്ട്രക്ചർ. ഇതിൽ സെല്ല് എന്ന് പറയുന്ന വേർഡ് നിങ്ങൾക്ക് ഡബിൾ കോട്ട് ചെയ്തിട്ട് പ്ലേസ് ചെയ്ത് കാണാം. സോ അതിൽ സെല്ല് എന്ന് പറയുന്ന അവരിന് അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട് സെല്ലുലാർ സ്ട്രക്ചർ. അപ്പോൾ ഈ കളിലൂടെ നമ്മൾ മൊബൈൽ ഫോണിൻ്റെ കംപ്ലീറ്റ്, അതായത് ഫസ്റ്റ് മോഡ്യൂളിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഓവറോൾ വയർലെസ്സിനെ പറ്റി നമ്മൾ പഠിച്ചു. സെക്കൻഡ് നമ്മൾ റേഡിയോ വേവ്സിനെ പറ്റി, അതിനെ പറ്റിയാണ് നമ്മൾ കൂടുതൽ പഠിച്ചത്. റേഡിയോ ആൻറ്റിന, റിസീവർ, ദെൻ മോഡുലേഷൻ, അതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. നൗ അബൌട്ട് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഓർ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ. സോ സെല്ല് എന്ന് പറയുന്ന ഒരു വേർഡിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. സോ ഇഫ് യു ലുക്ക് അറ്റ് ദാറ്റ്, എ സെൽ ഈസ് ദ ബേസിക് geographic unit of a cellular system. Okay, this term cellular comes from honeycomb shape of areas into which a coverage region is divided. എങ്ങനെയാണ് ഈ സെല്ലുലാർ എന്ന് പറയുന്ന പേര് വന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ഷേപ്സ് നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് തേനീച്ച കൂട് പോലെ ഉള്ളൊരു സ്ട്രക്ചറാണ് ഉള്ളത്. ഹണികോം ഷേപ്പ്, അതാണ് പറയുന്നത്, തേനീച്ച കൂട് പോലെയുള്ള ഷേപ്പാണ് ഇതിന് ഉള്ളത്. അതുകൊണ്ടാണ് ആ വേർഡ് വന്നത് സെല്ലുലാർ. ആ ഒരു മോഡിലാണ് നമ്മൾ ജോഗ്രഫിക്കൽ ഏരിയ ഡിവൈഡ് ചെയ്യുന്നത്. ജോഗ്രഫിക്കൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മളൊരു പ്ലേസ് ഉണ്ടെങ്കിൽ, നമ്മൾ കോളേജിലാണെങ്കിൽ കോളേജ് ഒരു ജോഗ്രഫിക്കൽ ഏരിയ ആണ്. നമ്മളൊരു ഏരിയ, ഇപ്പോൾ ശിവപുരം എന്ന് പറയുന്ന ഒരു ഏരിയ, അത് ജോഗ്രഫിക്കൽ ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യും. മട്ടന്നൂർ എന്ന് പറയുന്നത് ഒരു ജോഗ്രഫിക്കൽ ഏരിയ. ഇങ്ങനെയായിരിക്കും നമ്മൾ മൊത്തം ലാൻഡ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും മൊബൈൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. ഒരു പർട്ടിക്കുലർ ഏരിയ, ഇപ്പം കണ്ണൂർ ജില്ല മൊത്തം
നമുക്ക് മൊബൈൽ നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിലെ ഓരോ ചെറിയ ചെറിയ ഏരിയയും ഒരു മിനിമം ഈ ഒരു ഷേപ്പിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും. അത് ക്ലിയർ ആയോ? Yes, sir. കണ്ണൂർ ജില്ലയിൽ ഇപ്പം നമുക്ക് നാളെ ഇതിപ്പോൾ ഇതുവരെ മൊബൈലൊന്നും ഇല്ലയെന്ന് വിചാരിക്കാം, നാളെ മുതൽ കംപ്ലീറ്റ് മൊബൈൽ ഫോൺ നെറ്റ്വർക്ക് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മൊത്തം ഏരിയ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഈ ഒരു ഹണി കോംബ് ഷേപ്പിലാണ് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരും. ഓക്കെ, എന്തുകൊണ്ട് ഈ ഹണി കോംബ് ഷേപ്പ്? സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ എന്തുകൊണ്ടാണ് നമ്മൾ, ഓക്കെ അതിനു മുമ്പ് ഈ ഒരു പോയിന്റ് ഞാൻ മറന്നുപോയി. ഓക്കെ, ഒന്നും കൂടെ റീഡ് ചെയ്യാം. സെല്ലുലാർ സ്ട്രക്ചറിൽ സെൽ ഈസ് ദ ബേസിക് ജോഗ്രഫിക് യൂണിറ്റ്. ആ ഏരിയനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ജോഗ്രഫിക് യൂണിറ്റ് ഓഫ് എ സെല്ലുലാർ സിസ്റ്റം. ദ ടേം സെല്ലുലാർ കംസ് ഫ്രം ഹണി കോംബ് ഷേപ്പ് of areas into which coverage region is divided. Cells are base station transmitting over small geographical area that are represented as hexagon size, varies depends on the landscape. Okay, so നമ്മൾ ഓരോ സെല്ലിനും ആണ് നമ്മൾ അന്ന് പറഞ്ഞ പോലെ ഒരു ടവർ ഉണ്ടാവും. ഓക്കെ, ഈ സെല്ലിൻ്റെ നടുക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടവർ പ്ലേസ് ചെയ്യുന്നത്. ആ ടവറിന് ചുറ്റും ഒരു ഏരിയ ഡിവൈഡ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെക്സഗൺ അല്ലെങ്കിൽ ഹണി കോംബ് ഷേപ്പിലാണ്. ഹെക്സഗൺ ഷേപ്പ് എന്ന് നമുക്കിതിനെ പറയാൻ പറ്റും. 6 സൈഡ് ഉണ്ട് അല്ലേ, 1 2 3 4 5 6 സൈഡ്സ് ഉള്ളതുകൊണ്ട് വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഹെക്സഗൺ ഷേപ്പ്. സോ ഈ ഹെക്സഗൺ ടൈപ്പിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ എന്ത് വെക്കുക, മൊബൈൽ ടവർ വെക്കും. ആ ടവറിൽ നിന്നാണ് അതിൻ്റെ എല്ലാ ഡയറക്ഷനിലേക്കും റേഡിയേഷൻസ് പോവുക. സോ എല്ലാ സെല്ലിലും ഒരു ടവർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ബേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ടവർ ഇൻക്ലൂഡ് ചെയ്ത യൂണിറ്റ് ആണ്. അപ്പോൾ എല്ലാ സെല്ലിലും ഓരോ ടവർ നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ടവറിൻ്റെ ചുറ്റിലുമുള്ള ഏരിയകളിലേക്ക് ടവർ റേഡിയേഷൻസ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ടവറും ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അതിന് ചുറ്റും ഒരു ഹെക്സഗൺ ഷേപ്പിൽ അത് ആ ടവറിൻ്റെ കവറേജ് കിട്ടുന്ന പോലെ അത് ഡിസൈൻ ചെയ്തിട്ടാണ് ഉള്ളതെന്നുള്ളത് മനസ്സിലാക്കും. സോ ബേസ് സ്റ്റേഷൻ, ടവറുള്ള ആ യൂണിറ്റിനാണ് നമ്മൾ ബേസ് സ്റ്റേഷൻ എന്ന് പറയാം. സോ ഈ ബേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ട്രാൻസീവറായിട്ട് ആക്ട് ചെയ്യും, റേഡിയേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും ആ പർട്ടിക്കുലർ ഏരിയ ഹെക്സഗൺ ഷേപ്പിലുള്ള ഏരിയയിലേക്ക് റിസീവ് ചെയ്യാനും ഉപയോഗിക്കും. ഓക്കെ, ഇനിയാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ഈ ഹെക്സഗൺ ഷേപ്പ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ എന്തുകൊണ്ട് സർക്കുലർ ഷേപ്പിൽ പോയിട്ടില്ല? വേണമെങ്കിൽ അയക്കാൻ ഓരോ ടവറിൻ്റെയും ചുറ്റിലും ഈ ഏരിയ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കറക്റ്റ് അല്ല, എന്നാലും ഏതാണ്ട് ഓക്കെയാണ്. ഓരോ ബേസ് സ്റ്റേഷൻ, ഓരോ സെല്ലിൻ്റെ ഷേപ്പ് വേണമെങ്കിൽ എനിക്ക് സർക്കുലർ ഷേപ്പ് ആക്കാം. അതിൻ്റെ ഇന്ന ഡയമീറ്ററിലേക്ക് റേഡിയേഷൻ ഉള്ള പോലെ അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഇതേപോലെ റെക്റ്റാങ്കിൾ സ്ക്വയർ ടൈപ്പ് ആക്കാം. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഹെക്സഗൺ പാറ്റേണിലേക്ക് വന്നു എന്ന് നിങ്ങൾ ആർക്കെങ്കിലും ആൻസർ പറയാൻ പറ്റും? എന്തുകൊണ്ടാണ് നമ്മൾ ഹണി കോംബ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഹെക്സഗൺ ഷേപ്പ് തന്നെ പ്രിഫർ ചെയ്യുന്നത്? എന്തുകൊണ്ട് നമുക്ക് സർക്കുലർ ഷേപ്പ്, ഞാനിവിടെ വരച്ചതുപോലെ സർക്കുലർ ഷേപ്പ് കൊണ്ടുവന്നില്ല? എന്തുകൊണ്ട് സ്ക്വയർ ടൈപ്പ് അല്ലെങ്കിൽ സ്ക്വയർ പാറ്റേൺ കൊണ്ടുവന്നില്ല? അതിൻ്റെ റീസൺ ആർക്കെങ്കിലും പറഞ്ഞു തരാം? ഈ ഒരു ഡയഗ്രത്തിൽ ആ ക്ലൂ ഉണ്ട്. ഈക്വൽ ഡിസ്റ്റൻസ്. 4 പേര് ആൻസർ പറഞ്ഞതെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച 2 പോയിന്റ് എനിക്ക് കിട്ടി. കാരണം ഒന്നാമത്തത് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് എന്നുള്ളത് ഒരാൾ പറഞ്ഞ പോയിന്റാണ്. സോ നമ്മൾ ഇവിടെ നോക്കുക, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം there are 9 base station, 9 squares are there, so 9 base stations are there. So if you take this first center base station, from center base station to this particular base station, that is I am writing it as second. I am writing center one as first and this as second. So from first to second the distance is, assume that it is d. But if you check the distance between first and third, so I am considering this as third base station, the distance is 1.414 d, that is root 2 d. So the distance varies. So if you take this center one as first base station, there are 4 base stations placed at a d distance and remaining 4
out of 9 are placed at root 2 d or 1.414 d distance. അപ്പം എല്ലാം ഈക്വൽ ഡിസ്റ്റൻസിലല്ല വരുന്നത്. അപ്പം എന്തായിരിക്കും, ഈ ഒരു ടവർ ഈ ഒരു ബേസ് സ്റ്റേഷനിൽ നിന്ന് ഈ ഒരു ബേസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ നടുവിൽ ഡിസ്റ്റൻസ് കൂടുതലാണ് അല്ലേ? ഇവിടെയും അതുപോലെ കൂടുതലാണ്, ഇവിടെയും ഡിസ്റ്റൻസ് കൂടുതലാണ്, ഇവിടെയും ഡിസ്റ്റൻസ് കൂടുതലാണ്. ആ ഒരു ഇഷ്യൂ ബാക്കി 4 ബേസ് സ്റ്റേഷൻ്റെ കേസിൽ വരുന്നില്ല. ആൻഡ് ഇഫ് യു കൺസിഡർ ദ പ്രീവിയസ് വൺ, ഞാനത് ഡിലീറ്റ് ചെയ്തു പോയി, സർക്കുലർ വൺ, യു ക്യാൻ സീ ദാറ്റ് ദർ ആർ സ്പേസസ് വേർ ദർ ആർ നോ കവറേജസ്. നമുക്ക് നോക്കാം, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ സോ ദർ ആർ സ്പേസസ് ലൈക്ക് ദിസ്, ഇങ്ങനെ കുറച്ച് സ്പേസസ് ഉണ്ട് കവറേജ് ഇല്ലാത്തത് അല്ലേ? അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കവറേജ് ഇല്ലാത്ത സ്പേസ് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനത്തെ കവറേജ് ഇല്ലാത്ത കുറച്ച് സ്പേസസ് നമുക്ക് കിട്ടും. സോ ഇഫ് ദർ ആർ മെനി cells like this, you can see that here and all there will be no coverage for this base station. But if you go for hexagon pattern, you look at this pattern, the center one is this one and distance to each base station is d. എല്ലാ ബേസ് സ്റ്റേഷനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d ആണ്. So all base stations are placed, it is possible to place all base stations or all neighboring base stations at equal distance നമുക്കത് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ദർ ഈസ് ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും ഇറ്റ് ഈസ് പോസിബിൾ ടു കവർ ഓൾ ദ ജോഗ്രഫിക്കൽ ഏരിയ ഇഫ് യു ഗോ ഫോർ ഹെക്സഗൺ പാറ്റേൺ. സോ സെൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നാമത് മനസ്സിൽ വരേണ്ട വേർഡ് എന്ന് പറയുന്നത് ഹെക്സഗൺ ആണ്, രണ്ടാമത് ഹണി കോമ്പാണ്, പിന്നീട് വരേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഒരു ബേസ് സ്റ്റേഷനാണ്. ബേസ് സ്റ്റേഷനാണ് ടവറും അതിൻ്റെ റിലേറ്റഡ് സർക്യൂട്ട് അല്ലേ? എന്തൊക്കെയായിരിക്കും ഒരു ബേസ് സ്റ്റേഷനിൽ ഉണ്ടാവുക? മൊബൈൽ ടവറും വേറെ എന്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് മൊബൈലിൻ്റെ ടവറിൻ്റെ അടുത്ത്? ജനറേറ്റർ. ഓക്കെ, ഒരു ജനറേറ്റർ ഉണ്ടാവണം. കാരണം കറണ്ട് പോകുമ്പോഴൊന്നും കോള് ഡിസ്കണക്ട് ചെയ്യാൻ പാടില്ല. പണ്ടൊക്കെ ഡിസ്കണക്ട് ചെയ്യായിരുന്നു, ഇപ്പം അങ്ങനെ ഒരു ഇഷ്യൂവേ ഇല്ല. പിന്നെ അതിൻ്റെ ആവശ്യമായ സർക്യൂട്ടുകളും അല്ല, ഒരു ഓഫീസ് ഉണ്ടാവും, അതിൻ്റെ ആവശ്യമായ സർക്യൂട്ടുകളും മറ്റ് സ്വിച്ചുകളും ഒക്കെ അതിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവും. ഓക്കെ, സോ ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം ഒരു സെല്ലുണ്ട്. സെല്ല് എന്ന് പറയുന്നത് ബേസിക് യൂണിറ്റ്, ജോഗ്രഫിക്കൽ യൂണിറ്റ് ആണ് ഒരു സെല്ല്, ഒരു മിനിമം ജോഗ്രഫിക്കൽ യൂണിറ്റ്, അതാണ് ഒരു സെല്ല് എന്ന് പറയുന്നത്. സെല്ലുലാർ എന്ന് പറയുന്ന പേര് വന്നത് ഇറ്റ് ഈസ് ഫ്രം ഹണികോം സ്ട്രക്ചർ ഓർ ഹെക്സഗൺ സ്ട്രക്ചർ. ഈച്ച് സെൽ വിൽ ബി ഹാവിംഗ് one base station that includes tower and associated equipments. And we are preferring hexagon shape because the coverage in the neighboring system, neighboring cells can be placed equal distance, or neighboring base station can be placed at equal distance from the center base station. That's one advantage, and it is possible to cover almost all the area better than the other system that is like സ്ക്വയർ പാറ്റേണും സർക്കുലർ പാറ്റേണും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും നല്ല രീതിയിൽ കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് സെൽ സ്ട്രക്ചർ. ടിപ്പിക്കൽ സെൽ സൈസസ് ഇൻ സിറ്റീസ് ഫ്യൂ 100 meters, countryside few tens of kilometers. Advantages of cell structure: more capacity due to frequency. Okay, I am not going into this because കുറച്ചും കൂടെ നമ്മൾ പഠിച്ചാലേ നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ്റും. ഷേപ്പ് ഓഫ് സെൽ. ഓക്കെ, സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞു നൈബറിങ് ഫോർ നൈബേഴ്സ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് d, അത് നമ്മൾ കണ്ടതാണ്. 4 നൈബേഴ്സ് 1 2 സോറി ഇതല്ല 4 neighbors 1 2 3 4. All these cells are at a distance d and remaining 4 at a distance of root to d. ഓക്കെ, അടുത്ത 4 എന്ന് പറയുന്നത് root to d എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈക്വൽ ഡിസ്റ്റൻസ് ആൻറ്റിന ഉള്ളതാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഹെക്സാഗൺ ഷേപ്പ് പോകുമ്പം എന്താണ് ഈക്വൽ ഡിസ്റ്റൻസ് ആൻറ്റിന നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് അത്രയും മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി? സെല്ലുലാർ സ്ട്രക്ചർ ആണെന്ന് മനസ്സിലായി, എന്തുകൊണ്ടാണ് സെല്ലുലാർ സ്ട്രക്ചറിലേക്ക് പോയതെന്ന് മനസ്സിലായി. ക്ലിയർ അല്ലേ അത്രയും കാര്യങ്ങൾ? ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത